RRB ഗ്രൂപ്പ് ഡി എക്സാമിന്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും അതുമായി റിലേറ്റ് ചെയ്ത ഫാക്ട്സുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. GK ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ നോഡൽ ഏജൻസി ഫോർ റിലീസിംഗ് ഡാറ്റ റിലേറ്റഡ് ടു നാഷണൽ ഇൻകം, കൺസപ്ഷൻ, എക്സ്പെൻഡിച്ചർ, സേവിങ്സ് ആൻഡ് ക്യാപിറ്റൽ ഫോർമേഷൻ സിൻസ് 1956. അതായത് നാഷണൽ ഇൻകത്തെ കുറിച്ചിട്ടും അതിൻ്റെ ഉപയോഗത്തെ കുറിച്ചിട്ടും എക്സ്പെൻഡിച്ചറിനെ കുറിച്ചും രാജ്യത്തുണ്ടാകുന്ന സേവിങ്സിനെ കുറിച്ചിട്ടും മൂലധനത്തെ കുറിച്ചിട്ടും ഒക്കെയുള്ള ഡാറ്റ റിലീസ് ചെയ്യുന്ന ഏജൻസി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസറാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രസന്ത ചന്ദ്ര മഹലനോബിസ് ഫൗണ്ടഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ്? പ്രസന്ത ചന്ദ്ര മഹലനോബിസ് കണ്ടുപിടിച്ചത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ആണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓപ്ഷൻസ് ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ പ്രസന്ത ചന്ദ്ര മഹലനോബിസ് കണ്ടുപിടിച്ചത് എന്താണ്? ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ, who founded the Indian Statistical Institute and is considered the father of modern statistics in India? അപ്പോൾ ആരാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിച്ചത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ തന്നെയാണ് എന്തായിട്ട് അറിയപ്പെടുന്നത്? മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവായി അറിയപ്പെടുന്നതും, ഇന്ത്യയിലെ മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവായി അറിയപ്പെടുന്നതും. അപ്പോൾ അത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആൻസർ പ്രസന്ത ചന്ദ്ര മഹലനോബിസ്. അപ്പോൾ പ്രസന്ത ചന്ദ്ര മഹലനോബിസ് ആണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിച്ചിട്ടുള്ളത്. അദ്ദേഹം തന്നെയാണ് മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് ഇന്ത്യയിലെ മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നതും. അപ്പോൾ നമുക്ക് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. പ്രസന്ത ചന്ദ്ര മഹലനോബിസ് എന്ന ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റീഷ്യനാണ് 1931 ഡിസംബർ 17 കൊൽക്കത്തയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത്. അപ്പോൾ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് ആരാണ്? പ്രസന്ത ചന്ദ്ര മഹലനോബിസ് അല്ലെങ്കിൽ PC മഹലനോബിസ്. ഏതാണ് വർഷം? 1931 ഡിസംബർ 17. എവിടെയാണ് സ്ഥാപിച്ചത്? കൊൽക്കത്തയിൽ. ഇനി ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? അത് കൊൽക്കത്തയിലാണ്. പിന്നെ ഇതിന്റെ മേജർ സെന്റേഴ്സ് ഡൽഹി, ബാംഗ്ലൂരു, ചെന്നൈ, തേസ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ്. ഇനി ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഇന്ത്യൻ സർക്കാർ ഒരു ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനമായി അംഗീകരിച്ചത് 1959 ഇനി ഫാദർ ഓഫ് മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നറിയപ്പെടുന്നതും PC മഹലനോബിസ് ആണ്. ജൂൺ 29 നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആയി ആചരിക്കുന്നു. അപ്പം നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ എന്നാണ്? ജൂൺ 29. അതിന് കാരണം എന്താണ്? ഈ PC മഹലനോബിസിന്റെ ജന്മദിനമാണ് ജൂൺ 29. അതുകൊണ്ടാണ് അന്ന് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ ആയിട്ട് ആചരിക്കുന്നത്. 2007 മുതലാണ് ജൂൺ 29 നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ ആയി ആചരിച്ചു തുടങ്ങിയത്. 2007 മുതലാണ് ജൂൺ 29 നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ ആയി ആചരിച്ചു തുടങ്ങിയത്. ഈ മഹലനോബിസിന് ലഭിച്ച മെയിൻ ആയിട്ടുള്ള ഒരു പുരസ്കാരമാണ് പത്മവിഭൂഷൺ എന്ന് പറയുന്നത്. അത് ലഭിച്ച വർഷം 1968. അപ്പോൾ 1968 PC മഹലനോബിസിന് പത്മവിഭൂഷൺ അദ്ദേഹത്തിന്റെ സേവനങ്ങളുടെ പേരിൽ ലഭിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് ടേംഡ് ആസ് ദി പ്ലാസ്റ്റിക് മാൻ ഓഫ് ഇന്ത്യ? Who was found a way to reuse plastic waste and make durable roads? ഇന്ത്യയുടെ പ്ലാസ്റ്റിക് മാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അദ്ദേഹമാണ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഉപയോഗിച്ച് ഡ്യൂറബിൾ ആയിട്ടുള്ള റോഡ്സ് നിർമ്മിക്കാം എന്ന് കണ്ടുപിടിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പ്ലാസ്റ്റിക് മാൻ ഓഫ് ഇന്ത്യ എന്ന പേര് കിട്ടിയത്. അപ്പോൾ അത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ രാജഗോപാലൻ വാസുദേവൻ. അപ്പോൾ ഇന്ത്യയുടെ പ്ലാസ്റ്റിക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് രാജഗോപാലൻ വാസുദേവൻ ആണ്. അദ്ദേഹത്തിൻ്റെ പ്ലേസ് തമിഴ്നാടാണ്. അപ്പോൾ പ്ലാസ്റ്റിക് വേസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഡ്യൂറബിൾ ആയിട്ടുള്ള റോഡ്സ്
നിർമ്മിക്കാം എന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിന് ലഭിച്ച പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് പത്മശ്രീ എന്ന് പറയുന്നത്. 2018 ലഭിച്ചത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു വാസ് ദ ചെയർമാൻ ഓഫ് യൂണിയൻ കാർബൈഡ് ഡ്യൂറിംഗ് ദി ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ഇൻ ഭോപ്പാൽ? ഭോപ്പാലിൽ നടന്ന ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി സമയത്ത് അതിനു കാരണമായ യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ചെയർമാൻ ആരായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വാറൻ ആൻഡേഴ്സൺ. ആൻസർ വാറൻ ആൻഡേഴ്സൺ. അപ്പോൾ നമുക്ക് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയെ കുറിച്ച് ഒന്ന് നോക്കാം. അതായത് മധ്യപ്രദേശിലെ ഭോപ്പാലിൽ 1984 ഡിസംബർ മാസത്തിലാണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി നടന്നത്. അതായത് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയിൽ ഉണ്ടായ മീഥൈൽ ഐസോസയനൈറ്റ് എന്ന ഗ്യാസ് ലീക്കേജ് എന്ന വാതകത്തിന്റെ ലീക്കേജ് കാരണമാണ് ഈ ദുരന്തം ഉണ്ടായത്. ഏതായിരുന്നു ഗ്യാസ്? മീഥൈൽ ഐസോസയനൈറ്റ്. അപ്പോൾ ഇത് കുറേ ആളുകൾ ഇത് കാരണം മരിക്കുകയും ഇപ്പോഴും അതിന്റെ ദുരന്തം തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി നടന്ന വർഷം 1984 ഡിസംബർ. അതിലെ കാരണമായ കമ്പനി യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡ്. നടന്ന സ്ഥലം ഭോപ്പാൽ, മധ്യപ്രദേശ്. ആ സമയത്ത് ആ കമ്പനിയുടെ യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ചെയർമാൻ ആരായിരുന്നു? വാറൻ ആൻഡേഴ്സൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who was the first Indian citizen to receive the Nobel Prize in Literature? ആരാണ് ഫസ്റ്റ് നോബൽ പ്രൈസ് ലഭിച്ച ഇന്ത്യൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. രവീന്ദ്രനാഥ ടാഗോർ ആണ്. അദ്ദേഹത്തിന് ലിറ്ററേച്ചറിലാണ് നോബൽ പ്രൈസ് ലഭിച്ചത്. അപ്പോൾ നമുക്ക് കുറച്ച് നോബൽ പ്രൈസ് കിട്ടിയ കുറച്ച് ഇന്ത്യൻസിന്റെ പേര് നോക്കാം. നോബൽ പ്രൈസ് ലഭിച്ച ഇന്ത്യൻ സിറ്റിസൺസിന്റെ പേരുകളാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഏറ്റവും ആദ്യം ഇന്ത്യയിൽ നിന്ന് നോബൽ പ്രൈസ് ലഭിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. 1913 അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത്. ഗീതാഞ്ജലി എന്ന പോയട്രി കളക്ഷന്റെ ബേസിൽ ലിറ്ററേച്ചർ എന്ന ഫീൽഡിലാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത്. നെക്സ്റ്റ് CV രാമൻ. 1930 രാമൻ ഇഫക്റ്റിന്റെ കണ്ടുപിടുത്തത്തിന് ഫിസിക്സിലാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത്. നെക്സ്റ്റ് ഹർഗോബിന്ദ് ഖുറാന. 1968 മെഡിസിൻ ആണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത്. ജനറ്റിക് കോഡ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ഗവേഷണങ്ങൾക്കാണ് മെഡിസിന് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത്. നെക്സ്റ്റ് മദർ തെരേസ. 1979 മദർ തെരേസയ്ക്ക് നോബൽ പ്രൈസ് ലഭിച്ചത്. മാനവീയ സേവനത്തിന് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് മദർ തെരേസയ്ക്ക് ലഭിച്ചു. നെക്സ്റ്റ് അമർത്യ സെൻ. 1998 അമർത്യ സെന്നിന് നോബൽ പ്രൈസ് ലഭിച്ചത്. ഇക്കണോമിക്സ് എന്ന ഫീൽഡിലാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത്. സാമൂഹിക ക്ഷേമവും പ്രോവർട്ടി ബേസ്ഡ് സ്റ്റഡീസിനുമാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത്. നെക്സ്റ്റ് വെങ്കട്ടരാമൻ രാമകൃഷ്ണൻ. 2009 അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത്. കെമിസ്ട്രി ആയിരുന്നു അദ്ദേഹത്തിന്റെ ഫീൽഡ്. റൈബോസോമിന്റെ സ്ട്രക്ചർ ബേസ്ഡ് ആയിട്ടുള്ള അച്ചീവ്മെന്റിനാണ് അദ്ദേഹത്തിന് കെമിസ്ട്രിക്ക് നോബൽ പ്രൈസ് ലഭിച്ചത്. നെക്സ്റ്റ് കൈലാഷ് സത്യാർത്ഥി. 2014 കൈലാഷ് സത്യാർത്ഥിക്ക് നോബൽ പ്രൈസ് ലഭിച്ചത്. പീസിനായിരുന്നു അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത്. ഈ ചൈൽഡ് ലേബർ ബേസ്ഡ് ആയിട്ടുള്ള ചൈൽഡ് ലേബറിനെതിരെയുള്ള പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത്. നെക്സ്റ്റ് അഭിജിത്ത് ബാനർജി. 2019 അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത്. എക്കണോമിക്സിനായിരുന്നു നോബൽ പ്രൈസ് ലഭിച്ചത്. ആഗോള ദാരിദ്ര്യത്തിനെതിരെ പോരാടാനുള്ള റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കായിരുന്നു അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.